ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ്റെ ലിവറാണ്. നമുക്കിന്ന് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി അതിനെ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ള എരിക്കും ആവശ്യമായിട്ട് ഇടാം. ഇതിന് നല്ല എരിവുള്ള പച്ചമുളകാണ്. അധികം എരി ഇവിടെ ആരും ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് ഇട്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇടുക. ഒരല്പം കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. എരിയുള്ള മുളക് പൊടി നിങ്ങൾക്ക് എരിയുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ആരും എരി അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മാത്രം ഇട്ടാൽ മതി. പിന്നീട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അത് ലിവറിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. മസാല ഇവിടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലേക്കാണ് നമ്മൾ ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് മസാല ഇടാം. നല്ലതുപോലെ മസാല എടുക്കുക. ഈ സമയത്ത് മസാലയ്ക്ക് എരിയുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ലിവർ നോൺ വെജ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ മസാലയുടെ എരിയും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ലിവർ ചേർക്കാം. ലിവറിനെ മസാലയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക. വഴറ്റി ചേർക്കുന്നില്ല, എല്ലാം പച്ചക്ക് തന്നെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഉള്ളി അവൈലബിൾ അല്ല. ഒരു 10-15 കഷ്ണം ചെറിയ ഉള്ളി എടുത്ത് ചെറുതായി അതിലേക്ക് അരിഞ്ഞിടുക. വഴറ്റിക്കൊന്നും വേണ്ട, ഇത് വെറുതെ അരിഞ്ഞ് അതിനകത്തേക്ക് ചേർത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ചേർക്കുക. സവാളയാണെങ്കിൽ വലിയ സവാള ഇതിനകത്തേക്ക് അരിഞ്ഞിടുക. ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓണാക്കാം. ഒരു മീഡിയം തീയിൽ വെച്ച് ഒരു 10 to 15 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കുക. ഇതിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ലിവറിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങും. ഇതിപ്പോൾ അടിക്ക് പിടിക്കാത്ത പാത്രമായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നമ്മളത് തുറന്നെടുക്കുന്നു, ഇളക്കി കൊടുക്കുന്ന ഇരിക്കുന്നത് അടക്കി വയ്ക്കും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. ഇടയ്ക്ക് അതൊന്നെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. ലിവറിൽ നിന്ന് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത് അടിക്ക് പിടിക്കും. അടിക്ക് പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഫുള്ള് മാറും. നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കരിഞ്ഞ ടേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് ഇടയ്ക്ക് അതൊന്നെടുത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ലിവർ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെള്ളം അരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് സൺഫ്ലവർ ഓയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എണ്ണ ചേർക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രയും ചേർക്കാം. ഞാനിവിടെ ഒരു കുറച്ച് എണ്ണ ചേർക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്താൽ ലിവർ ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ്. കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എത്ര കറിവേപ്പില ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അല്പം കുരുമുളക് പൊടിയോ കുരുമുളക് ചതച്ചതോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. എരിവനുസരിച്ച് ചേർക്കുക, നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് അതുപോലെ വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം അത് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാൻ നല്ലതുപോലെ ഒത്തിരി ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. ആവശ്യമുള്ളവർ കുറച്ചുകൂടി ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.